പുതിയൊരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഗൈസ് നമ്മുടെ GTA San Andreas കാര്യങ്ങളാണ് ഗൈസ് നമുക്ക് കളിക്കാനായിട്ട് പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ GTA San Andreas. അപ്പോൾ നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗൈസ് GTA San Andreas കളിക്കാനായിട്ട് ആണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ഗൈസ് നമുക്ക് സ്റ്റാർ വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പം എനിക്ക് 14 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് 14 വയസ്സാണ് ഗൈസ് ഇതുവരെ ആയിട്ടും ആയിരിക്കുന്നത് ഗൈസ്. ഓക്കെ, നമുക്ക് 14 വയസ്സേ ആയിട്ടുള്ളൂ ഗൈസ്. ഇപ്പം നമുക്ക് സ്കൂളിൽ പോകാനുള്ള വയസ്സൊക്കെ ആയിട്ടുണ്ട്. 14 വയസ്സ് ഗൈസ്, 14 വയസ്സായി ഗൈസ്. ഞാൻ ഇതുവരെ ആയിട്ട് സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ നമുക്കറിഞ്ഞ ഗൈസ് നമുക്ക് സ്കൂളിലോട്ട് അങ്ങോട്ട് പോകാം ഗൈസ്. നമ്മൾ 14 വയസ്സായതുകൊണ്ട് ഗൈസ് നമുക്ക് ഏത് സ്കൂളാണ് നമ്മൾ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് താരം സജസ്റ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. ഓക്കെ, നമ്മൾ 14 വയസ്സാണ്. അപ്പം നമുക്ക് 14 വയസ്സിനുള്ള സ്കൂൾ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പം നമുക്കറിഞ്ഞ ഗൈസ് ഓക്കെ ഗൈസ് നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് സ്പോൺ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഗൈസ്, എന്തൊക്കെയാണ് നമുക്ക് എന്തായാലും എൻ്റെ വീട്ടിലോട്ട് പോകാം. നാളെ രാവിലെയാണ് ഗൈസ് നമുക്ക് സ്കൂളിലോട്ട് പോകേണ്ടത്. അപ്പോൾ നാളെ രാവിലെ നമുക്ക് സ്കൂളിൽ പോയിട്ട് പഠിക്കണം ഗൈസ്, പഠിച്ച് പരീക്ഷ ദ ബിബി. ഓക്കെ, അതേപോലെ നമുക്ക് നല്ലോണം പഠിക്കണം ഗൈസ്, അല്ലെങ്കിൽ രംഗേണ്ണ വന്ന് നമ്മൾ അടിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും പോകാം. ഓ പോകൂ ഗൈസ്. നമുക്ക് വീട്ടിലോട്ട് എത്തണം ഗൈസ്, നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളായിരുന്നു ഗൈസ് വീട്ടിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഗൈസ് വെളിയിലിറങ്ങാം. നമ്മൾ ഗൈസ് ഇന്ന് സ്കൂളിലോട്ട് പോകാനായിട്ട് പോകുന്ന റിച്ച് കാറാണ് ഗൈസ്. നമ്മൾ അല്ല സൈക്കിളിലാണെങ്കിൽ സ്കൂളിൽ പോകാൻ പോകണം. നമുക്ക് ഒന്നും അലൗഡ് അല്ല ഗൈസ് നമ്മളെ സ്കൂളിൽ. ഗൈസ് ഈ ഒരു വാനുണ്ട്, പക്ഷെ അതുപോലെ നമുക്ക് സ്കൂളിൽ അലൗഡ് അല്ല ഗൈസ്. നമുക്ക് ആകെ അലൗഡ് ആയിട്ടുള്ളത് ഒരു കാറ് അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഗൈസ്. നമുക്ക് എന്തായാലും സൈക്കിളിൽ പോകാം, വൈബ് പിടിക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സൈക്കിൾ എന്തായാലും എടുക്കാം ഗൈസ്. എന്നിട്ട് ഇപ്പം നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, ഇപ്പം രാത്രിയാണ് ഗൈസ്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് വേണം നമുക്ക് സ്കൂളിൽ പോകാൻ. അപ്പോഴത്തേക്കും ഗൈസ് നമുക്ക് ഈ ഷെഡിൽ ഗൈസ് നമ്മൾ ഈ സൈക്കിൾ അങ്ങോട്ട് ഇട്ടേക്കാം. ഓക്കെ, നമുക്ക് രാവിലെ എണീറ്റ് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് സൈക്കിളാണ് ഗൈസ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇന്ന് നമ്മൾ ഇനി തൊട്ട് സ്കൂളിൽ പോകുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് സ്കൂളിൽ പോകാൻ സ്കൂളിലല്ല നമുക്ക് ഉറങ്ങാം ഗൈസ്. അപ്പം നമ്മൾ ഉറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് നേരെ ഉറങ്ങാം ഗൈസ്. ഓക്കെ, ഉറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ഉറങ്ങി രാവിലെ എങ്ങനെ എണീറ്റിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. ഓക്കെ, നമ്മളെ ബോക്സിംഗ് സ്റ്റാറിൻ്റെ വീഡിയോ ഇനി തൊട്ട് വരുന്നതായിരിക്കും സുഹൃത്തുക്കളെ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നമ്മളെ സ്കൂളിലോട്ട് പോകാം ഗൈസ്. സ്കൂളിൽ നിന്ന് ചിലപ്പോൾ വരുമ്പോഴൊക്കെ രാത്രിയൊക്കെ ആവും ഗൈസ്. കുറേ നേരം നമുക്ക് സ്കൂളിലോട്ട് ട്രാവൽ ചെയ്യാനുണ്ട്. ചിലപ്പം ഗൈസ് ഞാൻ സ്കൂളിലോട്ട് എത്തുന്നത് തന്നെ രാത്രിയാവും ഗൈസ്. എന്തെന്ന് വിചാരിച്ചാൽ കുറേ എനിക്ക് സ്കൂളിലോട്ടുള്ള വരിയൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും സ്കൂളിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, നമ്മളെ സ്കൂള് നമ്മളെ സ്കൂൾ എന്ന് പറയുന്നത് എവിടെയാണ്? ഇതാണ് ഗൈസ് നമ്മളെ സ്കൂള്. ഈ വലുതാണ് ഗൈസ് നമുക്ക് സ്കൂള്. ഓക്കെ, നമുക്ക് നേരെ കയറാം ഗൈസ്. ഓക്കെ, നമ്മൾ സ്കൂളിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. ഓക്കെ ഗൈസ്, ഞാൻ അതിൻ്റെ അകത്തോട്ട് കയറി നോക്കിയപ്പോൾ അതല്ല സ്കൂളെന്നാണ് ഗൈസ് പറയുന്നത്. ഇത് സ്കൂളൊന്നും അല്ലടാ, ഈ വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയിട്ട് സ്കൂൾ തിരക്കെന്ന് പറഞ്ഞു ഗൈസ്. അപ്പം അതല്ല ഗൈസ് സ്കൂള്, അത് ഏതാ പോസ്റ്റ് ഓഫീസ് എങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഗൈസ് സ്കൂളിലോട്ട് കയറാം. ഇതാണ് സ്കൂള്. ഗൈസ് റിയൽ ലൊക്കേഷൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ സ്കൂളിൻ്റെ. ഇത് ഗൈസ് സെൻട്രൽ സ്കൂളാണ് ഗൈസ്. ഓക്കെ, ഓ ഗൈസ് എൻ്റെ പൊന്നു പോലെ ഗൈസ് വലിയ സ്കൂൾ ഗൈസ്. നമുക്ക് എന്തായാലും കയറാം. അതിൻ്റെ അകത്തോട്ട് കയറി. ഗൈസ് ഇവിടെ ആരും വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് ഭയങ്കര സെറ്റപ്പാണ് ഗൈസ്. ഇവിടെയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഒരു വീടാണ് ഗൈസ് ഇത്, പക്ഷേ ഇത് സ്കൂളാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ തോന്നും. പക്ഷെ ഇവിടെ നമ്മളെ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് സ്കൂൾ ജാക്കറ്റ് കിട്ടും ഗൈസ്. അപ്പം നമ്മൾ ഇരുന്ന് പഠിച്ചിട്ട് ആ ജാക്കറ്റ് ഇട്ടുകൊണ്ട് മാത്രമേ പോവാവൂ എന്നാണ് ഗൈസ് പറയുന്നത്. അപ്പോൾ
ഗൈസ് ഈ ജാക്കറ്റാണ് നമുക്ക് ഇടേണ്ടതെന്നാണ് ഗൈസ് പറഞ്ഞത്. അല്ല ഗൈസ് ഇതല്ല ഗൈസ് മാറിയെല്ലാം പോണു ഗൈസ്. ഞാൻ എന്തായാലും ആ ജാക്കറ്റ് ഇട്ടിട്ട് വരാം. ഗൈസ് ഇതാണ് ഗൈസ്, ഇത് നമ്മളെ സ്വന്തം റോക്ക് സ്റ്റാർ ഗെയിംസിന്റെ സ്യൂട്ടാണ് ഗൈസ്. അപ്പം ഓക്കെ, നമുക്കെല്ലാം മാസ്ക് ഒക്കെ ഒന്ന് മാറ്റണം. ഗൈസ് നമ്മളായിരുന്ന ഗൈസ് ഇവിടെ നമ്മളുടെ സ്യൂട്ട് എല്ലാം മാറ്റി ഇവിടെ നമ്മളെ യൂണിഫോം ഇട്ടിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ഗൈസ് എല്ലാം, യൂണിഫോമും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് എന്തായാലും ഗൈസ് പഠിക്കാം ഇനി. ഗൈസ് ഇപ്പോൾ ടീച്ചർ ഒരുങ്ങാണ്ടാണ് ഗൈസ് പറഞ്ഞത്. ഓക്കെ, ഞാനൊന്ന് ടീച്ചറിനെ വിളിച്ചു നോക്കട്ടെ. ഹലോ ടീച്ചറെ. മോനെ ഇന്ദിര, സത്യത്തിലൊരു കാര്യമുണ്ട്. എപ്പോഴാണ് വരുന്നത്? നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ വെയിറ്റ് ചെയ്യണം മോനെ. ഓക്കെ എന്തായാലും ടീച്ചറെ സെറ്റല്ലേ? വാ പെട്ടെന്ന് എല്ലാം പഠിക്കുകയൊക്കെ ചെയ്യണം. ഓക്കെ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, മറ്റേ കോസ്റ്റ്യൂം നീ ഇട്ടിട്ടുണ്ടല്ലോ? ഇട്ടിട്ടുണ്ട് മറ്റേ കോസ്റ്റ്യൂം ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആ കോസ്റ്റ്യൂമൊക്കെ തന്നെയൊക്കെ മതിയല്ലോ, പാൻറ്റൊന്നും മാറ്റണ്ടല്ലോ. പാൻറ്റൊന്നും അത്ര ഇട്ടൊന്നും മാറ്റുന്നത്, നീ ഏത് പാൻറ്റ് പറയാം ഇട്ടിട്ട് ഞാൻ പോകാനൊന്നും വന്നു. ഓക്കെ നമുക്ക് എന്തായാലും പഠിക്കാം. പഠിക്കാനായിട്ട് ഇപ്പോൾ ടീച്ചർ വരുമെന്നാണ് ഗൈസ് പറഞ്ഞത്. പഠിച്ചിട്ട് വേണം. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ പഠിച്ചിട്ട് സ്കൂളിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അവൻ്റെ പേരാണ് ഗൈസ് ഷിൻജാൻ. ഓക്കെ ഗൈസ്, അവനെ കണ്ടാളച്ച കൊച്ചു കുരിപ്പിനെ കണക്കാണ്. ഷിൻജാൻ എന്നാണ് ഗൈസ് അവൻ്റെ പേര്. കേസ് ഏകദേശം വൈകിട്ടായി കാണും. കേസ് കാപ്പി കുടിക്കാനുള്ള സമയമായിട്ടുണ്ട്, വൈകിട്ടായിട്ടുണ്ട്. അങ്ങനെ വൈകിട്ട് സ്കൂളൊക്കെ വിട്ടിട്ട് നമ്മൾ ഇറങ്ങി സൈക്കിൾ ഓടിച്ചുകൊണ്ട് വരികയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മളുടെ എന്തുവാ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് ഗേസ്. ഓക്കെ, ഷിൻജാൻ മോൻ, പോളി പേരാണ് ഗേസ് ഷിൻജാൻ. ഓക്കെ, നമ്മളെ ഷിൻജാനാണ് ഗേസ് നമ്മളെ കൂട്ടുകാരൻ. ഓക്കെ ഗായ്സ്, ഷിൻജാൻ. ഓക്കെ, നമ്മളങ്ങനെ സ്കൂളിലൊക്കെ പോയി ഷിൻജാനൊക്കെ പരിചയപ്പെട്ട് ഒരു വൈബ് ഡേയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. കേസ് നല്ല വൈബ് ഡേ ആയിട്ടുണ്ട്. ഓക്കെ, കേസ് ഇവിടെ എന്തരാ ട്രക്കിൻ്റെ ഒക്കെ സ്ഥലമുണ്ട്. നമുക്ക് നേരെ വീട്ടിലോട്ടാണ് കേസ് ഇനി പോവേണ്ടത്. എന്തൊക്കെയാണോ എന്തോ കേസ്. ഓക്കെ കേസ് എന്തൊക്കെ ആവുമെന്ന് ഒരെത്തും മുടിയില്ല. ഓക്കെ, ഇവിടെ ഫോണും കാര്യങ്ങളും എനിക്ക് റിങ് ചെയ്യുന്നുണ്ടല്ലോ. ഗസ് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ. ഗസ് ഷിൻജാൻ മോനാണ് ഗസ് വിളിക്കുന്നത്. എടാ ഷിൻജാൻ മോന്, എടോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു +2 കാറ്റിക്കുള്ളൊക്കെ തലയ്ക്ക് വെച്ചതാ. എന്തുവാണ് പ്രശ്നം മോനെ? പങ്കെടുത്ത് ബസ്സാ പോലെ പങ്കെടുത്ത് ഇവിടെ പെത്തിക്കാണ്. ഓ ഇവിടെ പെട്ടല്ലേ? ഓതാ ഞാൻ ഇവിടെ പെത്തിക്കാണ്. നീ എന്തെങ്കിലും ഒന്ന് ചെയ്തെന്താ സെറ്റാക്കണോന്ന് എന്തിനാണെന്ന് നീ പറ. സത്യത്തിൽ ഒരു കാര്യമല്ലേ? ഒന്നത് ഫാസ്റ്റ് കയറുന്നൊക്കെ പറഞ്ഞു തന്നാ എന്നാവേ നിനക്ക് ഈ കഥ ഒന്നും കാത്ത് മനത്തിലും കയറുന്നതൊക്കെ ആവുള്ളൂ. എന്തുവാ ഏതാണ് ഞാൻ പറഞ്ഞു തന്നതാ? ഇതാ ഒരു കോച്ചും ഇല്ലാതാ. നാനും എൻ്റെ അമ്മയും കൂടെ ബൈക്ക് വെച്ചുകൊണ്ട് പോയതിൻ്റെ ഇടയിൽ എന്തുപ്പാ പെട്ടെന്ന് അമ്മേനെ കാണാതായതാ. അപ്പം ഞാനുള്ളതാ ഒരു താമീൻ്റെ അടുത്ത് ചോദിച്ച് എന്താണ് ഈ കാര്യമൊന്ന്. അപ്പോഴത്തേക്കും പറഞ്ഞേ നമ്മളെ അമ്മ ഇല്ലേതാ ഫ്യൂച്ചറായിട്ട് ഡെത്തായി പോയതാണെന്ന്. അതെന്തുവാ? സത്യത്തിൽ ഇതൊരു പിശാസിൻ്റെ പണിയാണെന്നാണ് പറയുന്നത്. ഈ പിശാസിൻ്റെ പണി പങ്കലപാതാണ്. ഓ പിശാസിൻ്റെ പണിയാണല്ലേ? എന്ത് പിശാസി? പറയുന്നത് പെന്നി ബൈത്ത് എന്നാണ്. പെന്നി ബൈത്ത്. എടാ പെന്നി വൈസാണാ? പെന്നി ബൈത്ത്. ആ ഗൈസ് അത് തന്നെയെന്ന് തോന്നുന്നു ഗൈസ്. പെന്നി വൈസാണ് ഗൈസ്. പെന്നി കിസ്താരി ആ ഇമാര് സംസാരിക്കാൻ വന്നതാണല്ലേ? എന്തൊക്കെ ഉണ്ടോ വിശേഷം? ആ സുഖം തന്നതാ. ഇന്ന് സിന്ധാ കഴിക്കാതെയാവാ.
അടാ ഇഞ്ചാടി ഇതെന്ന് പറഞ്ഞിട്ട് എന്നെ അടിക്കുന്നെന്തോ ഇവൻ എന്നെ അടിക്കുന്ന ഗൈസ് ഉണ്ടോയും കൂടാ. എടാ എനിക്ക് ഒരെത്തും പിടിയില്ല. എടാ ഷിൻജാനെ നീ കട്ടി ഞാൻ നോക്കാം ഗൈസ്. നമ്മളെ ഷിൻജാൻ പറഞ്ഞ കേട്ടില്ലേ ഗൈസ്? ഇത്രയും കഷ്ടപ്പാടുള്ളതാണ് ഗൈസ് നമ്മളെ ഷിൻജാമോൻ്റെ അവസ്ഥ. എന്തായിരിക്കും എന്നാണ് എനിക്കൊരു എത്തും പിടിയില്ലാത്ത. പിന്നെ വിളിക്കുന്നു ഇതാരി ഗൈസ്? ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന പെന്നി വൈസ് എന്നാണല്ലോ. ഞാൻ എടുത്തു നോക്കട്ടെ, വെയിറ്റ് ചെയ്യേ. നിന്റെ കൂട്ടുകാരൻ ഷിൻചാനിന്റെ അമ്മേനെ ഞാനാണ് കൊന്നത്. എടാ കള്ള പെന്നി വയസ്സേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ. നിനക്ക് ഞാൻ എത്ര ആയാലും ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് ഷിൻചാൻ്റെ അടുത്താണ് നീ കളിക്കുന്നത് അല്ലേ മോനെ? നീയൊക്കെ ഇന്ന് തീർന്നു. അതിന് ഞാൻ മരിക്കൂലടാ. പക്ഷേ എനിക്ക് നിന്നെ പേടിയാണ്. അത് എടാ നിനക്ക് ഭയങ്കര ശക്തിയാവുന്നു. നിനക്ക് ദൈവം ഒരു പവർ തന്നിട്ടുണ്ട്. ദൈവം ഒരു ഷിൻചാൻ്റെ ശബ്ദം പോലെ ഉണ്ടല്ലേ. ഞാനത് ഷിൻചാൻ്റെ ശബ്ദം എടുത്തത് മാത്രമേ ഉള്ളൂ. ഞാൻ സത്യത്തിലും പെന്നി വൈസാണ്. മോനെ പെന്നി വൈസ, കറക്റ്റ് കാര്യം നീ പറഞ്ഞു. അതൊക്കെ ഉണ്ട്. നിന്റെ ഷിൻചാൻ്റെ അമ്മേനെ ഞാനാണ് കൊന്നത്. പെന്നി വൈസ, ഞാൻ നിന്നെ എന്തരാണ് ഞാൻ ചെയ്യുന്നത്? ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിപ്പുണ്ട്. അത് നീ കണ്ടുപിടിച്ചെന്നെ കൊന്ന കഴിഞ്ഞാൽ നിന്റെ ഷിൻചാൻ്റെ അമ്മ പിന്നെയും ലോകത്തേക്ക് വരും. പക്ഷേ നീ അത് ചെയ്തില്ലെങ്കിൽ നിന്റെ ഷിൻചാൻ്റെ അമ്മ മരിച്ചിരിക്കും. ഗൈസ് പെന്നി വഴി നമ്മളെ വിളിച്ച് കട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഗൈസ് എന്ത് നടക്കാനാണ് ഒരു ഏതും പിടിയില്ല ഗൈസ്. നമുക്ക് സ്കൂളിൽ പോയാണ് ഒരു നല്ല ഇത്. പക്ഷേ ഈ പെന്നി വയസ്സിനെ നമ്മൾ കണ്ടുപിടിക്കണം ഗൈസ്. എൻ്റെ ഒരു ട്രാക്കറുണ്ട്, അത് വെച്ച് നമുക്ക് പെന്നി വയസ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് നമുക്ക് പെന്നി വയസ്സിനെ കണ്ടുപിടിക്കൽ ഇവിടെ തൊട്ട് തുടങ്ങാം ഗൈസ്. ഇവിടെ ഒന്നും ശബ്ദം കേൾക്കുന്നതൊന്നും ഇല്ല ഗൈസ്. ശബ്ദം കേട്ടാൽ ഞാൻ ഒരു സ്ഥലത്ത് ഉറഞ്ഞിരിപ്പുണ്ട്. പെന്നി വയസ്സിന് ഏത് സാധനം വേണമെങ്കിലും ആവാം. ഞാൻ നോക്കട്ടെ, പിടിച്ചു നോക്കാം. അയ്യോ തൂങ്ങണ്ട. പിടിച്ചൊന്ന് നോക്കിയിട്ട് ഒന്നും പറ്റുന്നില്ല ഗൈസ്. ഗൈസ് ഇവിടെ ആയിട്ടാണ് ഗൈസ് സാധനം കാണിക്കുന്നത് ഗൈസ്. ഗൈസ് നമ്മളല്ലേ ഗൈസ്, നമ്മളുടെ പെന്നി വയസ്സ് മരിച്ച്. അതും എങ്ങനെ? എടാ ആ സാധനം പെന്നി വയസ്സായിരുന്നു. പക്ഷെ മൂടി പെന്നി വയസ്സാ അതാ ഗൈസ്. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടാ ഷിൻചാനെ നിന്റെ വീട്ടിൽ അമ്മ വന്നാടാ. എടാ എൻ്റെ വീട്ടിൽ അമ്മ വന്നതാ. എന്താ വീട്ടിൽ അമ്മ വന്ന്? അതെങ്ങനെയാ? സത്യത്തിൽ നിന്ന് ഒരാള് വന്നത് പറഞ്ഞിട്ട് പോയി. CJ അതായത് ASK കിങ് ഓഫ് ഗെയിം എന്തുവാ നിന്റെ അമ്മേനെ രക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. എടാ മോനെ പഠിച്ചില്ല, ഞാൻ പറഞ്ഞില്ലടാ. ഞാനല്ലേടാ നിന്നെ രക്ഷിക്കൂ സുഹൃത്തേ. നീ തന്നേനൊക്കെ ആണ് പത്തേ. എനിക്കൊരു ദൗത്യമുണ്ട്. സത്യത്തിലടാ ഞാനാണ്. സത്യം. ഓക്കെ ഗായ്സ്, സത്യത്തിലും ഞാൻ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഗായ്സ്, നമ്മളുടെ ഒരു രക്ഷാപ്രവർത്തകനായ CJ ഇവിടെ നമ്മളെ ഷിൻചാന് വേണ്ടി ഹെൽപ്പ് ചെയ്തൊക്കെയാണ്. വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ വീഡിയോയുടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഓക്കെ, അടുത്ത വീഡിയോ വരുന്നത് ഗൈസ് ബോക്സിങ് സ്റ്റാറിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ. അതൊക്കെ ഗൈസ്. ഓക്കെ, ഇനി നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ബൈ ബൈ.